ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒത്തിരി നാളൊന്നും ആയിട്ടില്ല, പക്ഷെ ഒരു 1.5 വർഷം ആയിട്ടുണ്ട്. പക്ഷെ എല്ലാവരിലേക്കും റീച്ചായി, അല്ലെങ്കിൽ കുറച്ച് വ്യൂസോ അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബേഴ്സോ ഒക്കെ കിട്ടാൻ തുടങ്ങിയിട്ട് ആകെ 1 മാസം ആയിട്ടുള്ളൂ. അപ്പൊ അതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള കുറെ മിസ്റ്റേക്സുകളുണ്ട്. അപ്പൊ അതെന്താന്ന് ഇനിയുള്ള പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് ഹെൽപ്ഫുൾ ആകുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മള് എന്താ പറയാ, ഞാൻ 1.5 വർഷമായിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരു റീച്ചും ഇല്ലായിരുന്നു. ഈ 1 മാസം മുന്നേ വരെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വെറും 400 മാത്രമായിരുന്നു. ഈ 1 മാസം കൊണ്ടാണ് എനിക്ക് ഇപ്പൊ 3000 എത്താറായിട്ടുണ്ട്. 2008 സംതിങ് ആയിട്ടുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അതുപോലെ തന്നെ വ്യൂസും കിട്ടുന്നുണ്ട് എനിക്ക്. അപ്പൊ ഞാൻ മെയിൻലി ഇന്ന് സംസാരിക്കുന്നത് സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യമാണ് കേട്ടോ. അപ്പൊ ഈ 1 മാസം മുന്നേ വരെ എനിക്ക് 400 സംതിങ് സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ 500 എത്തിക്കാൻ വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ ഒരു സബ്സ്ക്രൈബർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ ആ വീഡിയോയ്ക്ക് ഒരു സബ്സ്ക്രൈബർ പോലും വരത്തില്ലായിരിക്കും. ചിലപ്പോൾ ചില വീഡിയോ ഇടുമ്പോൾ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കുറഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്കൊരു 495 ഒക്കെ ആയപ്പോൾ എങ്ങനെയാലും ഒരു 5 എണ്ണം കൂടെ ആയ 500 ആയി. പിന്നെ നമുക്കൊരു 500ഉം കൂടെ മതി എന്ന് നമ്മൾ വിചാരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ഭയങ്കര നമ്മൾ കുറെ വീഡിയോസ് ഇടും, അല്ലെങ്കിൽ കുറെ പേർക്ക് ഷെയർ ചെയ്യും, കുറെ ആൾക്കാരോട് പറയും സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ നമ്മൾ കുറെ ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ എൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ ഇങ്ങനെ ഒരു കമന്റ് വന്നു, കൂടെ ഉണ്ട്, കൂടെ കൂട്ടാമോ, തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യോ, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിരിച്ചും സപ്പോർട്ട് ചെയ്യോ, അങ്ങനെ കുറച്ച് കമന്റ്സ് ഇങ്ങനെ വന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അവർക്കും യൂട്യൂബ് ചാനലുണ്ട്. അപ്പം അവര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവർക്കും തിരിച്ച് സപ്പോർട്ട് ചെയ്യോ, അല്ലെങ്കിൽ ഇത്ര 495 ആണ് ഇപ്പോ, ഇറ്റ്സ് 496 എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ കമന്റ്സ് എനിക്ക് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മളെ സപ്പോർട്ട് ചെയ്തതല്ലേ എന്ന് വിചാരിച്ച് ഞാനും തിരിച്ച് അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഞാനും തിരിച്ച് കമന്റ് ഇട്ടു. ഞാനും നൈസ് വീഡിയോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇട്ടു. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് ഒരു 525 അങ്ങനെ അത്രയും പെട്ടെന്ന് അത്രയും സബ്സ്ക്രൈബേഴ്സ് കൂടി. അപ്പൊ ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മൾ പോയി. പിന്നെ തിരിച്ചു വന്നൊരു പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോ എനിക്കൊരു 50 സബ്സ്ക്രൈബർ കുറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ കുറഞ്ഞത്, ഞാൻ വേറെ വീഡിയോസും ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ വീഡിയോ ഇട്ടപ്പോ അത് ഇഷ്ടപ്പെടാതെ ആൾക്കാര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയതാന്ന് നമുക്ക് വിചാരിക്കാം. അപ്പൊ അത് കുറഞ്ഞു. ഞാൻ എന്തായിരിക്കും, ഇനി എന്താണോ ആവോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാര് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ ഇനി അൺസബ്സ്ക്രൈബ് ചെയ്തതാണോ എന്നൊക്കെ ഞാൻ കുറെ ഇങ്ങനെ ചിന്തിച്ചു. ഭയങ്കര വിഷമമായി. കാരണം 500 എത്തിക്കാൻ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടതാ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ വീണ്ടും സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഇങ്ങനെ കുറഞ്ഞ്, അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 420 വരെയൊക്കെ എത്തി എൻ്റെ സബ്സ്ക്രൈബർ. അപ്പൊ ഞാൻ കുറെ ഇങ്ങനെ സെർച്ച് ചെയ്തു, പിന്നെ കുറെ വീഡിയോസ് കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യൂ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ കമന്റിൽ വന്ന ആൾക്കാരെ നമ്മൾ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുമ്പം യൂട്യൂബ് എന്ത് ചെയ്യും, അതിനൊക്കെ ഒരു സ്പാം ആയിട്ടാണ് എടുക്കുന്നത്. അതായത് നമ്മുടെ ചാനലിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ യൂട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോ അത് നമ്മൾ ഏതൊക്കെ തരത്തിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലും യൂട്യൂബ് എന്ത് ചെയ്യും, അതൊരു സ്പാം ആയിട്ട് കളയും. അതുകൊണ്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അത്രയും കുറഞ്ഞത്. പിന്നെ ഞാൻ ആ പരിപാടിക്ക് പോയില്ല. പിന്നെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് മാത്രമാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയത് കേട്ടോ, ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇനി വരുന്ന യൂട്യൂബേഴ്സ് ഒരിക്കലും നിങ്ങളുടെ കമന്റില് തിരിച്ച് സപ്പോർട്ട് ചെയ്യൂ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് കുറെ ഇത് വരും. ശരിക്കും അവർക്കും സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തു പോകും, നമുക്കും വേണം. അതുപോലെ തന്നെ നമ്മളെ പോലെ അല്ലേ മറ്റുള്ളവരും, നമ്മളും ചെയ്തു പോകും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും യൂട്യൂബ് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ യൂട്യൂബ് ആ കമന്റ് ഒക്കെ നോക്കുന്നുണ്ട്, എന്നിട്ട് അതെല്ലാം സ്പാം ആയിട്ട് കളയുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു നമ്മൾ കഷ്ടപ്പെടാതെ നമ്മൾ എങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്നുള്ള രീതിയിലൊന്നും
ചെയ്യരുത്. നമ്മൾ മാക്സിമം വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ ഒരു ദിവസം ഒരു വീഡിയോ എങ്കിലും, അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ആണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ വീക്ക്ലി വൺസ്, അല്ലെങ്കിൽ മന്ത്ലി വൺസ് ആണെങ്കിൽ മന്ത്ലി വൺസ്, അങ്ങനെ നിങ്ങൾ വീഡിയോസ് ഇട്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്തിട്ടൊക്കെ അത് എൻ്റെ ഫ്രണ്ട്സ് കുറെ പേര് എൻ്റെ അടുത്ത് ഇപ്പം ഈ കാര്യം ഞാൻ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കുറെ പേരുടെ അടുത്ത് ഞാൻ കണക്ട് ചെയ്തിരുന്നു. അപ്പൊ എൻ്റെ കുറെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ട് വ്യൂസ് കൂട്ടിയിട്ടുണ്ട്, 400 വാച്ച് അവർ ആക്കിയിട്ടുണ്ട്, 4000 വാച്ച് അവർ ആക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരുടെ ഒന്നും ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല. കാരണം ഇങ്ങനെയുള്ള കുറുക്കു വഴികളിലൂടെ സബ്സ്ക്രൈബേഴ്സിനെയും റീച്ചും ഒക്കെ നേടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരിക്കലും വളർത്തുമില്ല. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്നതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. കാരണം അതിന്റെ വലിയൊരു എക്സാമ്പിൾ ആണ് ഞാൻ. കാരണം ഒരു 1.5 വർഷമായിട്ട് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോ വീഡിയോസും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അന്നൊന്നും കിട്ടാത്ത എനിക്കൊരു 1 മന്ത് കൊണ്ട് തന്നെ എനിക്കിപ്പോ ഞാൻ പറഞ്ഞില്ലേ 2000 സംതിങ് ആയി. കാരണം അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അതുപോലെ തന്നെ കുറച്ച് വീഡിയോസൊക്കെ വ്യൂസ് ഒക്കെ നല്ലപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ എപ്പോഴും ഒരേ ടൈപ്പിലുള്ള അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ് നമ്മൾ ഇടുന്നെങ്കിൽ നമ്മുടെ ചാനല് കുറച്ചുകൂടെ കയറി പോവാനായിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ ഈ 1.5 വർഷമായിട്ട് ഞാൻ ഹണ്ടിങ്ങിലായിരുന്നു. എന്ത് കണ്ടന്റ് ഇടണം, എങ്ങനത്തെ കണ്ടന്റ് ഇടണം എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ. അപ്പോ എനിക്കിപ്പോ ഒരു ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരുപാടൊന്നും ആയിട്ടില്ല. അപ്പൊ 1.5 വർഷമായിട്ട് ഞാനും എന്ത് ഇടണം അല്ലെങ്കിൽ എങ്ങനത്തെ വീഡിയോസ് ഇടണം എന്നൊക്കെ ഉള്ള ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഈ 1.5 വർഷം കൊണ്ടാണ് നമ്മൾ ഇട്ടിട്ട് നമുക്ക് മനസ്സിലായിട്ടാണ് ഇത്രയെങ്കിലും എത്തിയത്. സോ അതിൽ ഒരുപാട് ഹാപ്പിയാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക്, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക് യു. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഓടി വരാട്ടോ. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് തട്ടിപ്പൊട്ടിച്ചേക്ക് കേട്ടോ. അപ്പൊ ടാറ്റാ, ബൈ ബൈ.